നമ്മുടെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠം ബീർബഹുടി. ഇതിന്റെ മലയാള അർത്ഥം ഇന്ദ്രഗോപം. ബീർബഹുടി ഇന്ദ്രഗോപം എന്നാണ്. ഇത് മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരുതരം ജീവിയാണ്. ഇവിടെ സാഹിൽ എന്നും ബേല എന്നും പേരായ രണ്ട് കുട്ടികൾ, 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ സ്നേഹമാണ്. അവർ പരസ്പരം കൂട്ടുകാരാണ്, പക്കേ ദോസ്ത്, ചങ്ങാതിമാരാണ്. അപ്പൊ അവരുടെ കഥയാണ് ഈ ബീർബഹുടിയുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പട്കഥ തയ്യാറാക്കാൻ, അതോടൊപ്പം തന്നെ വാർത്താലാപ്പ്, അതുപോലെ ഡയറി, അതുപോലെ തന്നെ പത്രവാർത്ത തയ്യാറാക്കാൻ, റപ്പഡ് തയ്യാറാക്കാൻ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കണക്ട് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം നമ്മുടെ 9ാം സ്റ്റാൻഡേർഡ് മോഡൽ പോലെ തന്നെയാണ്. ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിൽ നിന്നും ക്വസ്റ്റ്യൻ തരും, അത് എടുത്ത് ആൻസർ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ ബീർബഹുടി കഹാനി, അതൊരു കഹാനിയാണ്, പ്രഭാതിന്റെ കഹാനിയാണ്. ഇവിടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലേഖക കാ നാം പ്രഭാത്. പ്രഭാത് എഴുതിയത് വിതാ ക്യാ ഹെ അല്ലെങ്കിൽ പ്രോക്തി ക്യാ ഹെ. എന്താണ് പ്രഭാതിന്റെ എഴുതിയ കഥ? ബീർബഹുടിയാണ്. കഹാനിക്ക നാം ബീർബഹുടി, ലേഖക നാം പ്രഭാത്. അപ്പോൾ അതിന്റെ പ്രോക്തി കഹാനി. മനസ്സിലായല്ലോ? ബീർബഹുടി കഹാനിയാണ്, ലേഖക നാം ആരാണ്? പ്രഭാത്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ബീർബഹുടി നാമക്ക് കഹാനി കാ ലേഖക നാം ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? പ്രഭാത്. നമ്മള് പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയിരിക്കുക. പാഠഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയിരിക്കണം. ബാദൽ ബഹത്ത് ബർസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें बचा हुआ था। वे खेतों जंगलों के ऊपर छाए हुए थे। सारा आकाश मेघों से भरा था। मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी गीले थे। मूंगफलियों के हरे खेतों में पीले फूल अभी अभी गीले थे। नोकिके, मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी। पेड़ों के तने अभी भी गीले थे। मूंगफलियों की हरे खेतों में पीले फूल अभी भी गीले थे। खेतों में छोटा छोटा बाजरा उगा था। बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी। बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. മക്കളമാര് ശ്രദ്ധിക്കണം. ഇവിടെ ആ സന്ദർഭം, ആ കഹാനിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഭാഗത്തെ സന്ദർഭം കൊടുത്തിരിക്കുകയാണ്. ബാദൽ, ആകാശത്ത് ബാദൽ ബഹത്ത് ബർസിലിയതെ, മഴ ഒരുപാട് പെയ്തു കഴിഞ്ഞു, മേഘങ്ങൾ പെയ്തു കഴിഞ്ഞിരുന്നു. ബാദൽ ബഹത്ത് ബർസിലിയതെ. എന്നിട്ടും ബഹത്ത് സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാ താ, ഇനിയും ഒരുപാട് ജലം ഇനിയും പെയ്യാനായി ബാക്കിയുണ്ട്. ആ ജലം മേഘങ്ങളിൽ വേ കേത്തു, കൃഷിസ്ഥലത്തും വയലേലകളിലും ജംഗലോങ്കേ ഊപ്പർ, കാടുകൾക്ക് മുകളിലുമൊക്കെ ഇങ്ങനെ ചായേ കുയതെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇനി പെയ്യാനുള്ള ജലം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്.
സാരാ ആകാശ്, ആകാശം മുഴുവൻ മേഘോം സെ ഭരാധ, മേഘാവൃതമായിരുന്നു. ആ മേഘോങ്കി ഛായാവുമേം, ആ മേഘങ്ങളുടെ നിഴലിൽ ഗീലി ഹവായി, നല്ല തണുത്ത കാറ്റ്, കുളിർമയാർന്ന കാറ്റ്. ഗീലി ഹവായി, ഇതർ ഉദർ ഘൂമരഗീതി, അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിയടിച്ചു കൊണ്ടിരിക്കുകയാണ്. പേടോങ്കെ തനി, വൃക്ഷങ്ങളുടെ ആ ശരീരം, തൻ മീൻ ശരീരം, തൻ ശരീരം, വൃക്ഷങ്ങളുടെ തടി. അപിഫി ഗീലേതെ, അപ്പോഴും എന്ത് ചെയ്യുകയായിരുന്നു? നനഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. മൂഗുഫലിയോങ്കെ ഹരേ കേത്തോമീം, മൂഗുഫലിയാം, നിലക്കടല. മൂഗുഫലിയാം, നിങ്ങൾ അതിന്റെ അടിയിൽ വരയിടണം. മൂഗുഫലിയാം, നിലക്കടല. നിലക്കടലയുടെ ഹരേ കേത്തോമീം, പച്ചിപ്പ് നിറഞ്ഞ ആ വയലേലകളിലും അതിൻ്റെ പീലേ പൂൽ, നല്ല മഞ്ഞ നിറത്തിലുള്ള പുഷ്പവും അപിഫി ഗീലേതെ, അപ്പോഴും നനഞ്ഞിരിക്കുകയായിരുന്നു. ഈ കേത്തോമീം ചോട്ടാ ചോട്ടാ ബാജ്റ ഉഗാത, ആ കൃഷിസ്ഥലത്ത് കൊച്ചു കൊച്ചു ബാജ്റ ഇങ്ങനെ മുളച്ചു നിൽപ്പുണ്ട്. ആ ബാജ്റയ്ക്ക് ലംബെ പതലെ പാത്തോമീം, നീളമുള്ളതും മെലിഞ്ഞതും. ലംബെ നീളമുള്ളത്, പതലേ മെലിഞ്ഞത്. അങ്ങനെയുള്ള ഇലകൾ, പാത്തോ മീൻസ് അതിൻ്റെ ഇല. അതിൽ പാനിക്ക് ബൂന്തയും, മഴയുടെ തുള്ളികൾ ഇങ്ങനെ അടക്കി ഹുയ്തി, ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ബാരിഷ് കി ഹവാമീം, ആ മഴക്കാലത്തെ ആ കാറ്റിൽ ഗീലേക്കെത്തും, നനവാർന്ന വയലേലകളിലെയും ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, മഴക്കാലത്തെ പച്ചിപ്പിന്റെ സുഗന്ധമിങ്ങനെ കുലീഹുയ്തി, വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ഇനിയാണ് നമ്മുടെ കഥാഭാഗത്തേക്ക് വരുന്നത്. ഉനേം ബീർബഗുഡിയോം സെ മിൽനാ ഹോത്തത, അവർക്ക് ബീർബഗുഡിയെ കണ്ടുമുട്ടണമായിരുന്നു. ഈ ബേലയ്ക്കും സാഹിലും, ബേലയും സാഹിലും ഈ ബീർബഗുഡിയെ കണ്ടുമുട്ടുമായിരുന്നു. അവര് പോകുന്ന വഴിക്ക്, സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്. സോ അതുകൊണ്ട് വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയം ബഹലെ നികലാത്യതി, അവർ സ്കൂളിൽ പോകുവാനായിട്ട് വീട്ടിൽ നിന്ന് കുറച്ചു നേരത്തെ ഇറങ്ങും. കിസ് കേലിയെ? സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയം ബഹലെ നികലാത്തെ. ക്യോ? അവരെന്തിനാണ് നേരത്തെ ഇറങ്ങുന്നത്? ആരും പറയുന്നില്ല. ഉനേം ബീർബഗുഡിയോം സെ മിൽനാ ഹോത്താത്, അവർക്ക് ബീർബഗുഡിയെ കണ്ടുമുട്ടണമായിരുന്നു. സോ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയം ബഹലെ നികലാത്തെ. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർ സ്കൂളിൽ പോകുവാനായിട്ട് വീട്ടിൽ നിന്ന് കുറച്ചു നേരത്തെ ഇറങ്ങും. കസ്ബേ സെ സഡേ, പട്ടണത്തിനോട്, ചെറു പട്ടണത്തിനോട് ചേർന്നുള്ള ഇൻ കേത്തോമീം, ഈ കൃഷിസ്ഥലത്താണ് അവർ ബീർബഗുഡിയാം കോജ കർത്തേത്, അവർ ബീർബഗുഡിയെ അന്വേഷിക്കുന്നത് ഈ സ്ഥലത്താണ്. ഇനി ബീർബഗുഡിയുടെ പ്രത്യേകത ഒന്ന് നോക്കിക്കോണേ. സുർക്ക്, മുലായം, ഗദ്ബദി. സുർക്ക് മീൻസ് രക്തവർണ്ണത്തിലുള്ളത്, മുലായം സോഫ്റ്റ്നസ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്, ഗദ്ബദി നല്ല മിനുസമാർന്നത്. ഇപ്പൊ ബീർബഗുഡിയുടെ പ്രത്യേകത നോക്കിക്കോണേ. സുർക്ക്, മുലായം, ഗദ്ബദി, ബീർബഗുഡിയാം. ഇപ്പൊ ബീർബഗുഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞേ. സുർക്ക് ഹെ, രക്തവർണ്ണമുള്ളതാണ്. മുലായം ഹെ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഓർ ഗദ്ബദി ഹെ, നല്ല മിനുസമാർന്നതുമായ മനോഹരമായ ബീർബഗുഡിയ. ഇനി ബീർബഗുഡി നമ്മുടെ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, നമ്മുടെ തറയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എങ്ങനെയാ? ധർത്തി പർ ചൽത്തി ഫിർത്തി കൂനിക്ക് പ്യാരി പ്യാരി ബൂന്തേം, ഭൂമിയിലൂടെ ചലിക്കുന്ന ധർത്തി പർ ചൽത്തി ഫിർത്തി കൂനുക്കി പ്യാരി പ്യാരി ബൂന്തേ, രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ പോലെ തോന്നും. അപ്പം ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, ധർത്തി പർ ചൽത്തി ബീർബഗുഡിയാം എങ്ങനെയാണ്? കൂനിക്കി പ്യാരി പ്യാരി ബൂന്തേം ജൈസി ലഗ്തി ഹേ. അപ്പം ബീർബഗുഡിയുടെ പ്രത്യേകത ഒന്നുകൂടെ പറയട്ടെ. സുർക്ക് ഹേ, മുലായം ഹേ, ഗദ്ബദി ഹേ, അതുപോലെ धरती पर चलती फिरती खून की प्यारी प्यारी बूंदें जैसी लगती है. कैसे लगती है?
ധർത്തി പർ ചൽത്തി ഫിർത്തി കൂണിക്ക് പ്യാരി പ്യാരി ബൂന്തേം. ഭൂമിയിലൂടെ ചലിക്കുന്ന, തറയിലൂടെ ചലിക്കുന്ന രക്തത്തിന്റെ പ്രിയപ്പെട്ട തുള്ളികൾ കണക്കെ തോന്നും. ഉൻകെ ബസ്തേ, ആ കുട്ടികള് അവരുടെ പുസ്തക സഞ്ചി, ഉൻകി പീഡ് പർ ലതേ ഹോത്തെ, അവർ മുതുകത്താണ് തൂക്കിയിടുന്നത്, പീഡ് പർ. എന്നിട്ടോ കന്തോം പർ ഡാങ്കി, നമ്മളൊക്കെ തൂക്കിയിടുന്നത് പോലെ തന്നെ തോളിലൂടെ ഇട്ട് മുതുകത്തൂടെ തൂക്കിയിടും. കന്തോം പർ ഡാങ്കെ ഹോത്തേതേ. ഇനിയുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അവരാ പാരഗ്രാഫ് ചോദിക്കും. വേ ഏക് ദൂസരെ കെ ബഹത്ത് നസ്തീക് രഹിക്കർ. ഒന്നുകൂടെ പറയാം. വേ ഏക് ദൂസരെ കെ ബഹത്ത് നസ്തീക് രഹിക്കർ ബലി കഹനാ ചാഹിയെ ബിൽക്കുൽ സഡക്കർ ബീർബഗുഡിയാം കോജത്തെ. അവരെങ്ങനെയാണ് ഇരിക്കുന്നത്? അവരുടെ സ്നേഹത്തെ, അവർ പക്കേ ദോസ്താണ്, അവർ ഉറ്റ ചങ്ങാതിമാരാണെന്ന് തോന്നിക്കുന്ന ബേല ഓർ സാഹിൽ ബഡേ ദോസ്ത് ഹേ. ബേലയും സാഹിലും വലിയ ചങ്ങാതിമാരാണ്. ഏ സൂചന ദേനേവാലെ ഏക് വാക്യ ഹേ. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഈ പാരഗ്രാഫ് തന്നിട്ട് ചോദിക്കും, ബേലയും സാഹിലും ബഡേ ദോസ്ത് ഹേ, വലിയ ചങ്ങാതിമാരാണ്. ഏ സൂചന ദേനേവാലെ വാക്യ ഹേ ഏതാണ്? വേ ഏക് ദൂസരെ കെ ബഹത്ത് നസ്തീക് രഹിക്കർ ബലി കഹനാ ചാഹിയെ ബിൽക്കുൽ സഡക്കർ ബീർബഗുഡിയാം കോജത്തെ. അതാണ്. അപ്പൊ അവര് രണ്ടുപേരും നസ്തീക് രഹിക്കർ, അടുത്ത് ചേർന്ന് നിന്ന്, ബലി കഹനാ ചാഹി അവർ പറയുവാൻ ആഗ്രഹിക്കുന്നതും, ബിൽക്കുൽ എപ്പോഴും, സഡക്കർ അവർ ചേർന്നിരുന്ന് പറയും, ബീർബഗുഡിയാം കോജത്തെ ബീർബഗുഡിയെ അന്വേഷിക്കുന്ന കാര്യമാണ് അവർ പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. वे एक दूसरे के भगत नस्तीक रखकर बलि कहना चाहिए बिल्कुल सडकर बीरबगुडियाम खोजते. उन्हें देखने के लिए, അതിനെ കാണുവാൻ വേണ്ടി, वे അവർ बारिश की गंध भरी पूरी जमीन पर बैठ जाया करते. അവർ ചെയ്യുന്നത് അതാണ്. बारिश की गंध भरी पूरी जमीन पर बैठ जाया करते. മഴക്കാലത്തെ ഗന്ധകം നിറഞ്ഞ ആ പ്രദേശത്ത്, ആ തറയിൽ തന്നെ അവരങ്ങ് ഇരിക്കുമായിരുന്നു. കിസ്കേ ലിയേ? നേം ദേഖ്നെ കേ ലിയേ. നേം ദേഖ്നെ കേ ലിയേ ബീർബഗുഡിയോങ്കോ ദേഖ്നെ കേ ലിയേ. ബീർബഗുഡിയെ കാണുന്നതിനു വേണ്ടിയാണ്. വേ ബാരിഷ് കി ഗന്ധ് ഭരി പൂരി സമീൻ പർ ബൈഠ് ജായാ കർത്തെ. അപ്പൊ ഇവിടെ ഞാൻ ചോദിക്കുന്ന, ഒന്നുകൂടെ ചോദിക്കുകയാണ്, നമ്മുടെ ബീർബഗുഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞേ. സുർക്ക്, മുലായം, ഗദ്ബദി. ഇനി ധർത്തി പർ ചൽത്തി ബീർബഗുഡിയാമിനെ എങ്ങനെയാണ് കാണുന്നത്? ധർത്തി പർ ചൽത്തി ഫിർത്തി കൂണിക്ക് പ്യാരി പ്യാരി ബൂന്തേം. കണ്ടല്ലോ, ഇത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. വേ ദോനോം പക്കേ ദോസ്തേ അല്ലെങ്കിൽ ബഡേ ദോസ്തേ. സൂചന വാലെ ശബ്ദ് ബതായിയെ, പറഞ്ഞേ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പട്കഥ തയ്യാറാക്കാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മളൊരു പട്കഥ തയ്യാറാക്കുമ്പോൾ, ഇപ്പൊ ഇവരിനി അങ്ങോട്ട് സംസാരിക്കാൻ പോകുക. അവർ ഈ ബീർബഗുഡി അന്വേഷിക്കുന്ന സമയത്ത് അവരെവിടെയാ അന്വേഷിക്കുന്നത്? ബാരിഷ് കി ഗന്ധ് ഭരി പൂരി സമീൻ പർ. ആ മഴക്കാലത്ത് ഗന്ധകം നിറഞ്ഞ ആ സമീൻ, ആ ഭൂമിയിലാണ് അവർ ബൈഠ് ജായാ കർത്ത ബീർബഗുഡിയോങ്കോ കോച്ചിനെ കേലി. ബീർബഗുഡിയെ അന്വേഷിക്കുവാൻ വേണ്ടി അവർ ഇരിക്കും. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കാൻ പോവുകയാണ്. ബേലയോട് സംസാരിക്കുന്നു. സാഹില സംസാരിക്കുന്നത്. ബേല, देखो इस बीरबगुडी का रंग तुम्हारे रिबन का जैसा लाल है. സാഹിലിനെ കഹ. സാഹിൽ എന്താ പറഞ്ഞത്? സാഹിൽ ആദ്യം സംസാരിച്ചത്. അപ്പൊ അവരുടെ ഈ ബീർബഗുഡി കോജത്തെ സമയ ദോനോങ്കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കീജി. ഒരു ക്വസ്റ്റ്യനാ മക്കളുമാർ, ഇത് സ്വന്തമായി എഴുതണം. ഇതിന്റെ നോട്ട്സ് അയച്ചു തരും. അപ്പൊ അതിനു മുമ്പിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. നമ്മുടെ ടെസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം ആരാ പറയുന്നത്? സാഹിലാണ് ചോദിക്കുന്നത്. സാഹിൽ ചോദിക്കുന്നു, ബേല देखो बेला, ओ बीरबगुडी का इस बीरबगुडी का रंग तुम्हारे रिबन का जैसा लाल है. നോക്കിക്കേ, ബീർബഗുഡിയുടെ നിറം നിന്റെ റിബൺ പോലെ ചുമന്നിരിക്കുകയാണ്. അപ്പൊ സാഹിൽ എന്താ പറഞ്ഞത്? देखो बेला इस बीरबगुडियों का रंग तुम्हारे रिबन के जैसा लाल है. लाल है. तुमने कुछ सुना बेला? നീ എന്തെങ്കിലും കേട്ടോ ബേല? വീണ്ടും സാഹിൽ എന്നാ ചോദിച്ചത്? നീ എന്തെങ്കിലും കേട്ടോ? हम सुना है बहली खड़ी लग गई है. എവിടെയാ ബഹലി ഖടി ലഗ് ഗയി? സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിച്ചു.
ബഹലി ഖണ്ഡി. ഫസ്റ്റ് ബെൽ അടിച്ചു, അത് കേട്ടു, ബഹലി ഖണ്ഡി ലഗ് ഗയി ഹെ. അപ്പോൾ ഉടനെ സാഹിൽ പറയാണ്, ലേക്കിൻ മുझे पेन में स्याही भी फरवानी है दुकान से, ലേക്കിൻ മുझे पेन में സ്യാഹി भी फरवानी है दुकान से. എന്നാൽ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം ദുക്കാൻ സെ, കടയിൽ നിന്നും. ലേക്കിൻ മുझे पेन में സ്യാഹി भी फरवानी है दुकान से. അപ്പൊ ഈ നമ്മുടെ ബീർബഗുഡിയാം കോജത്തെ സമയ ദോനോങ്കെ ബീച്ച് കാ വാർത്താലാപ്പ് ഒന്ന് പറഞ്ഞേ. സാഹിൽ ആദ്യം പറയുന്നത്, ബേല देखो बेला, इस बीरबगुडी का रंग तुम्हारे रिबन के जैसा लाल है. ഉടനെ വീണ്ടും സാഹിൽ തന്നെ ചോദിച്ചു, തുമ്നെ കുछ सुना बेला, നീ വല്ലതും കേട്ടോ ബേല? हाँ सुना है, കേട്ടു. ബഹലി ഖടി ലഗ് ഗയി है, ഫസ്റ്റ് ബെൽ അടിച്ചത് കേട്ടു. ആണോ? लेकिन मुझे पेन में स्याही भी फरवानी है दुकान से, लेकिन मुझे स्याही भी फरवानी है दुकान से. എന്നാൽ എനിക്ക് മഷി നിറയ്ക്കണം കടയിൽ നിന്നും, ദുക്കാൻ സേ. പിന്നെ പട്കഥയായിട്ട് ചോദിക്കുകയാണെന്ന് വെച്ചു. പട്കഥയായിട്ട് ചോദിച്ചാൽ പട്കഥയ്ക്ക് 2 ഭാഗങ്ങളാണ് മക്കളെ. ഇപ്പൊ വാർത്താലാപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഈ സന്ദർഭം അനുസരിച്ച് ഇത് മാത്രം മതി. മനസ്സിലായോ? വാർത്താലാപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ. എന്നാൽ ഇതൊരു പട്കഥയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം ദൃശ്യം വരും, ദൃശ്യം. രണ്ടാമതായിട്ട് സംവാദം വരും. ഇപ്പൊ ദൃശ്യവും സംവാദവും വേണം. അപ്പൊ ഇതാണ് പട്കഥയുടെ പ്രത്യേകത. അപ്പം 2 സെഷനായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഹലോ, ഇപ്പൊ ദൃശ്യത്തിനകത്ത് വരേണ്ടതാണ് സ്ഥാൻ വരണം, സമയം വരണം, കഥാപാത്രങ്ങളുടെ പേര് വരണം, പിന്നെ ദൃശ്യിക്കാ വിവരൻ. ഇവിടെ വേഷഭൂഷ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതേണ്ടത് ദൃശ്യിക്കാ വിവരൻ എന്നെഴുതണം. ഇപ്പൊ സ്ഥാൻ ഫുലേറ ജംഗ്ഷൻ എന്നാ പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഫുലേറ ജംഗ്ഷൻ മാറ്റുന്നു. അപ്പൊ ഇവരെ എവിടെയാണ് ഇവർ അന്വേഷിക്കുന്നത്? ഏറ്റവും മുകൾ ഭാഗത്തേക്ക് നോക്കിക്കേ, കസ്ബേ സേ സഡേ കേത്ത്, പട്ടണത്തിനോട് ചേർന്നുള്ള കേത്ത്. അപ്പൊ ഫുലേറ ജംഗ്ഷൻ മാറ്റിയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, കസ്ബേ സേ സഡേ കേത്ത്. ആ പാരഗ്രാഫിന്റെ ഏറ്റവും മുകളിൽ കിടപ്പുണ്ട്. അപ്പൊ അവര് ബീർബഗുഡി അന്വേഷിക്കുന്ന സ്ഥലം ഇവിടെയാണ്, കസ്ബേ സേ സഡേ കേത്ത്. നമ്മള് പട്കഥ തയ്യാറാക്കുമ്പോൾ ദൃശ്യം വരണം, സംവാദവും വരണം. ദൃശ്യത്തിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് സ്ഥാനാണ്. ആ സ്ഥാന്റെ സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? കസ്ബേ സേ സഡേ കേത്ത്. എവിടെയാണ്? കസ്ബേ സേ സഡേ കേത്ത്. അപ്പം പട്ടണത്തിനോട് ചേർന്നുള്ള ആ ഒരു കൃഷി സ്ഥലത്താണ്. ആ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ രണ്ടാമത്തെ സെന്റൻസിനകത്ത് ലാസ്റ്റിൽ കിടപ്പുണ്ട്, കസ്ബേ സേ സഡേ ഇൻ കേത്തോ മീം ബീർബഗുഡിയാം കോജാ കർത്തെ. മനസ്സിലായോ? അപ്പൊ കസ്ബേ സേ സഡേ കേത്താണ് സ്ഥാൻ. സമയം 9 ബജെ ആക്കിക്കോണം. 9:30 ബജെ മാറ്റിയിട്ട് 9 ബജെ, 9 മണി, 9 മണിക്കാണ്. ഇനി കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാഹിലുണ്ട്, ബേലയുണ്ട്, ഓർ ബീർബഗുഡി. ഈ 3 കഥാപാത്രങ്ങളാണ് അവിടെയുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സ്ഥാൻ കസ്ബേ സേ സഡേ കേത്ത്. ഫുലേറ ജംഗ്ഷൻ മാറ്റിയിട്ടാണ് മക്കളെ കസ്ബേ സേ സഡേ കേത്താണ് എഴുതേണ്ടത്. സമയം 9:30 ബജെ, 9:30 മാറ്റിയിട്ട് 9 ബജെ ആക്കണം. കഥാപാത്രങ്ങളുടെ പേരെന്താ മക്കളെ? സാഹിൽ, ബേല ഓർ ബീർബഗുഡിയ. ഇനി അവരുടെ ദൃശ്യിക്കാ വിവരണാണ്. വേഷഭൂഷ മാറ്റിയിട്ട് ദൃശ്യിക്കാ വിവരൻ. ഇപ്പൊ ഏതാണ് അവര്? ദൃശ്യിക്കാ വിവരൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? കസ്ബേ സേ സഡേ കേത്തും. അവിടെ സാഹിൽ ഓർ ബേല അവരെന്ത് ചെയ്യുകയാണ്? അവര് ബീർബഗുഡിയാം കോജാ കർത്തെ, ബീർബഗുഡി അന്വേഷിക്കുകയാണ്. ഇപ്പൊ സ്കൂൾ വർദ്ധിമേം, ഇപ്പൊ സ്കൂൾ വർദ്ധിയാണ്, സ്കൂൾ യൂണിഫോമിലാണ് സാഹിലും ഓർ ബേലയും. അവർ സ്കൂൾ ജാരകേഹെ, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാസ്തേമേം, വഴിയിൽ അവര് ബീർബഗുഡിയാം കോജാ കർത്തെ, ബീർബഗുഡിയോങ്കോ ദേക്ക് രകേഹെ അല്ലെങ്കിൽ കോജാ കർത്തെ, അവർ അന്വേഷിക്കുകയാണ്. മതി, അന്വേഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് നേരെ അടുത്ത ഭാഗത്തേക്ക് വരും. പട്കഥ തയ്യാറാക്കുമ്പോ സംവാദം. സാഹിൽ ചോദിച്ചു, ബേല തും ബീർബഗുഡിയോങ്കോ ദേക്കാ ഹേ നാ? നീ ബീർബഗുഡിയെ കണ്ടോ? ബേല, ഹാം മൈൻ ദേക്ക, ഞാൻ കണ്ടു. സാഹിൽ, വ കേസാ ഹേ, എങ്ങനെയുണ്ട്? ബഹുത് അച്ഛാ ഹേ.
വളരെ നല്ലതാണ്. അപ്പൊ സാഗിൽ പറഞ്ഞു, ഉസ്കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹേ, അതിന്റെ നിറം നിന്റെ റിബൺ പോലെ ചുമന്നിരിക്കുകയാണ്. ബേല, ഹാം സാഗിൽ, അതേ സാഗിലെ. സാഗിൽ ഉടനെ ചോദിച്ചു, ബേല തുമ്നെ കുച്ച് സുനാ ഹേ, നീ എന്തെങ്കിലും കേട്ടോ? ബേല, ഹാം സുന, ബഹലി ഖട്ടി ലഗ് ഗയി ഹേ. അപ്പൊ സാഗിൽ എന്താ പറഞ്ഞത്? ലേക്കിൻ ബേല മുझे दुकान से पेन में स्याही भी फरवानी है, लेकिन बेला मुझे दुकान से पेन में स्याही भी फरवानी है. പിന്നെ ബേല പറഞ്ഞു, तो जल्दी करो, എന്നാ പെട്ടെന്ന് സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ മക്കളെ, ഈ ഭാഗം നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ അവിടെ തിരുത്തു വരേണ്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. സ്ഥാൻ ഏതാണ്? കസ്ബേ സേ സഡേ കേത്താണ്. സമയം ഏതാണ്? നൗ ബച്ചയാണ്. പാത്ര അത് തന്നെയാണ്, മനസ്സിലായോ? പാത്ര, കഥാപാത്രങ്ങൾ അത് തന്നെയാണ്. അവരുടെ വേഷഭൂഷയ്ക്ക് പകരം അവരുടെ സന്ദർഭമാണ് നമ്മൾ എഴുതേണ്ടത്. ദൃശ്യക്ക വിവരൺ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. അവർ സ്കൂൾ വർദ്ധിമേ ഹേ, അല്ലെങ്കിൽ സാഹിൽ ഓർ ബേല പാഞ്ച്വീം, അല്ലെങ്കിൽ 11 സാൽ കാ ദോ ബച്ചേ, ദോ സ്കൂളി ബച്ചേ, 11 വയസ്സുള്ള 2 സ്കൂൾ കുട്ടികളാണ്. വേ സ്കൂൾ വർദ്ധിമേ ഹേ, അവർ സ്കൂൾ യൂണിഫോമിലാണ്. സ്കൂൾ വർദ്ധി സാഹിൽ ഓർ ബേല സ്കൂൾ ജാ രഹേ ഹേ, അവരെങ്ങനെയാ പോകുന്നത്? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാസ്തേ മേൻ ദോനോ ബീർബഗുഡിയോം കോ ദേഖ് രഹേ ഹേ, വഴിയിൽ അവർ ബീർബഗുഡിയെ കണ്ടുമുട്ടുന്നു. ഇതൊക്കെ നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് സംവാദത്തിലേക്ക് വരിക. ഇത്രയും ആകുമ്പോൾ ഈ ഒരു ഭാഗം തീരുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്തിലെ ഈ വാർത്താലാപ്പ് നിങ്ങൾ തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ പട്കഥയും നിങ്ങൾ തയ്യാറാക്കണം. പട്കഥ തയ്യാറാക്കിയ നോട്ട്സ് അയച്ചു തരും നിങ്ങൾക്ക്.